ഹലോ ഗൈസ്, അനിമെന്റോർ സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വൺ പീസിന്റെ ചാപ്റ്റർ ആയിട്ടുള്ള 1179 സ്പോയിലേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഗൈസ്, വന്നിരിക്കുന്ന ഈ സ്പോയിലേഴ്സ് ഏപ്രിൽ ഫുൾ ഒന്നും അല്ലാതെ ഒറിജിനൽ ആയിട്ടുള്ള സംഭവം ആണെങ്കിൽ നമ്മൾ ഈ വെള്ളിയാഴ്ച കാണാൻ പോകുന്നത് ഒരു ഒന്നൊന്നര ചാപ്റ്റർ തന്നെ ആയിരിക്കും. ഇൻട്രോ ഒരുപാട് നേരം പറഞ്ഞ എക്സൈറ്റ്മെന്റ് കളയാതെ നേരെ സ്പോയിലേഴ്സിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിന്റെ പേര് ദ ഇൻകാർണേഷൻ ഓഫ് നെറോണ ഇമു എന്നാണ്. അതായത് നെറോണ ഇമുവിന്റെ വിശ്വരൂപം, ഇമുവിന്റെ റിവീൽ. ഇപ്പോൾ ഇമു ഹോളി ലാൻഡ് വിട്ട് പുറത്തേക്ക് പോവുകയാണെന്ന് പറയുന്നതാണല്ലോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റിൽ കണ്ടത്. ഇമു ഡയറക്റ്റ് ആയിട്ട് എൽബാഫിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ 5 എൽഡേഴ്സ് ഇമുവിനെ തടയുന്നുണ്ട്. ഞങ്ങളിൽ ആരെങ്കിലും വേണമെങ്കിൽ പോകാം, അല്ലെങ്കിൽ ഇനി നൈറ്റ്സിനെ വിടാം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഇനി എൽബാഫ് ആണ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ട സോമേഴ്സിന്റെ തറയിൽ കിടക്കുന്ന ഹൃദയം ഉണ്ടല്ലോ, അത് ഗേഡ് കണ്ടെത്തുന്നു. ആ ഹൃദയം നശിപ്പിക്കാനായിട്ട് സോറോയുടെ കയ്യിൽ എന്തോ ഒരു ഐഡിയ ഉണ്ടെന്ന് സോറോ പറയുന്നു. ഇപ്പോൾ ഇമു ഓറസ്റ്റ് കൊട്ടാരത്തിലെ ഒരു മാജിക് സർക്കിളിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് ആ ഷാഡോ രൂപത്തിൽ നിന്ന് തന്റെ ഒറിജിനൽ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മാസീവ് ആയിട്ടുള്ള കോൺകുറേറ്റ്സ് ഹാക്കിയും പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇനി ഇമുവിന്റെ റിവ്യൂലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇമു ഒരു സ്ത്രീയല്ല, പുരുഷനാണ്. നല്ല ഹാൻസം ആണ്, ഇരുനിറം, നീളമുള്ള വെളുത്ത മുടി, ചിറകുകള്, കൊമ്പുകള്, ഒരു ചെകുത്താന്റെ പോലുള്ള വാല്, ഇങ്ങനെ ഒരു ഡിസൈൻ. നമുക്ക് അതേപോലെ തന്നെ ഇമുവിനെ പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരണവും കിട്ടിയിട്ടുണ്ട്. ഓറസ്റ്റ് കൊട്ടാരത്തിന്റെ ഏറ്റവും ടോപ്പിലുള്ള ടവറിലാണ് ഇമു ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇമുവിന്റെ പ്രസൻസ് കാരണം എൽബാഫിലെ ചില വീടുകൾക്കും ചില മരങ്ങൾക്കും ഒക്കെ ജീവൻ വെച്ചിട്ട് ഈവിളായിട്ടുള്ള ഫേസ് കാണിച്ചുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹോൾ കേക്ക് ഐലൻഡിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ മരങ്ങൾക്കൊക്കെ ഇങ്ങനെ ജീവനുണ്ട്, അതുങ്ങൾ ഓടി വരുന്നതൊക്കെ. സെയിം അതേ ഒരു പരിപാടി. ഇമുവിന്റെ ചുറ്റും കറുത്ത ക്ലൗഡ്സ് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സോൺ ടൈപ്പ് ഡബിൾ ഫ്രൂട്ട് അവേക്കൻ ആയി കഴിയുമ്പോൾ യൂസേഴ്സിന്റെ ചുറ്റും ക്ലൗഡ് കാണില്ലേ, അതുപോലെ. ഇവിടെ ആ ക്ലൗഡ്സിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെല്ലാം കണ്ണുകളുണ്ട്. അതേപോലെ ഇമുവിന്റെ ആ കൊമ്പ് എസ് പോലൊരു ഡിസൈനിലാണ് ഉള്ളത്. ഇമു ഇപ്പോൾ ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, ഒരു കേപ്പ് ധരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ എന്തോ ഒരു ലോഗോ ഉണ്ട്, പക്ഷെ അത് ഫുള്ളായിട്ട് വിസിബിൾ അല്ല. ഇമു ഒരു ലുണേറിയൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാര്യം വാനോയിൽ ഉണ്ടായിരുന്ന കിങ് ഉണ്ടല്ലോ, പുള്ളിയുമായിട്ട് കുറച്ച് സിമിലാരിറ്റീസ് ഒക്കെ ഇമുവിനുണ്ട്. ദേഹത്ത് മുഴുവൻ വെള്ള സർക്കുലാർ ഷേപ്പിലുള്ള ടാറ്റൂസ്, വലത്തെ കൈയിൽ ഒരു കണ്ണിന്റെ ഷേപ്പിലുള്ള ടാറ്റു, അതേപോലെ തന്നെ മുഖത്തിന്റെ ഇടതുഭാഗത്ത് ടാറ്റു അടിച്ചിട്ടുണ്ട്. പിന്നെ കയ്യിൽ ഒരു വെപ്പണൊക്കെ ഉണ്ട്, അതിന്റെ ചുറ്റിനും ക്ലൗഡ്സ് ഉണ്ട്. ഒരു സിക്സാഗ് ഷേപ്പിൽ, അതായത് വളഞ്ഞു ഷേപ്പിലുള്ള അറ്റം കൂർത്ത ഒരു വെപ്പണാണ്. അതേപോലെ തന്നെ ഇമുവിന്റെ ചുണ്ടിന്റെ ഇടതുഭാഗത്ത് നിന്ന് ചോരത്തുള്ളികൾ വീഴുന്നുണ്ടെന്നും പറയുന്നുണ്ട്. സോ ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എല്ലാം വെച്ചിട്ട് ഇമു ഏകദേശം ഇങ്ങനെ ഒരാളായിരിക്കാനാണ് ചാൻസ്. എന്തായാലും ഇതൊരു വമ്പൻ റിവീൽ തന്നെയാണ്. താഴെ ഇൻട്രൊഡക്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വേൾഡ് ഗവൺമെന്റിന്റെ 20 ഫൗണ്ടേഴ്സിൽ ഒരാൾ, കിങ് ഓഫ് ദി വേൾഡ്, സെയിന്റ് നെറോണ ഇമു. സ്പെഷ്യൽ പവർ ഡബിൾ ഫ്രൂട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന ഡബിൾ ഫ്രൂട്ട് എന്നൊന്നുമില്ല. എന്തായാലും രണ്ടിലൊന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇമു എൽബാഫിലേക്ക് വന്നിരിക്കുന്നത്. എൻഡ് ഗെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓട ഇമുവിന്റെ ഫേസ് റിവീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പീക്ക് സംഭവങ്ങൾ ഇനി ഇൻകമിങ് ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ ഒരു കിടിലൻ ചാപ്റ്ററിൽ കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് അടുത്ത ആഴ്ച ബ്രേക്കാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമന്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പോൾ ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനുമായിട്ട് വെള്ളിയാഴ്ച കാണുന്നവരേക്കും ബൈ ബൈ.